ഏറ്റവും മുന്നിൽ നിൽക്കുക താങ്കളാണ് എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 7000 വോട്ടിന് താങ്കൾ പരാജയപ്പെടുകയുണ്ടായത്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു തിരിച്ചടി വന്നത്? പാർട്ടി സെക്രട്ടറി പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഇനി പാർട്ടിയിൽ ഭയപ്പാടില്ലാതെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നു പറഞ്ഞു. അതിനർത്ഥം എന്താണ്? ഇവിടെ സംസാരിക്കാൻ ആകെ ഭയപ്പാടായിരുന്നു. എന്തെങ്കിലും ഒരു വിവരം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ നിർത്തും. ഞാനത് ആലോചിച്ചു, ഇത്ര ഒരു ഉളുപ്പുകെട്ട വിഷയമായിട്ട് ഇപ്പോൾ വിശ്വാസമില്ല. പിണറായി ഇനി ഇപ്പോൾ തിരിഞ്ഞു പറഞ്ഞാൽ പോലും ഈ കമ്മ്യൂണിറ്റി വിശ്വസിക്കില്ല. കാരണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ഇവിടുത്തെ മതേതരവാദികൾ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷതയിൽ വിശ്വാസം അർപ്പിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ അടിവേർ അദ്ദേഹം തന്നെ വെട്ടി. അല്ല, അങ്ങൊരു പ്രതിപക്ഷ നേതാവായിട്ട് 81-ാം വയസ്സിൽ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ ട്രാൻസിഷൻ ഉണ്ടാക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടോ? അല്ല, ട്രാൻസിഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും കൂടി ഇരിക്കും. ഈ 102 സീറ്റ് എന്ന് പറയുന്നത് ചില്ലറ സംഗതിയല്ല. ഇതിന് ഞാൻ ഈ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വോട്ടുണ്ട്, കുടുംബാധിപത്യത്തിൻ്റെ വോട്ടുണ്ട്, മരുമാനിസത്തിൻ്റെ വോട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിണറായിസത്തേക്കുള്ള യാത്ര. ഞാൻ ഒരു പുസ്തകം, നമ്മളതിൻ്റെ ഒരു പണിപ്പുരയിലാണ്, പിണറായിസത്തിൻ്റെ തുടക്കവും ഒടുക്കവും എന്ന് പറഞ്ഞിട്ട്. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥി PV അൻവർ ആണ്. അദ്ദേഹത്തിന് മുഖവുര ആവശ്യമില്ല. അൻവർജി, നമസ്കാരം. നമസ്കാരം. താങ്കൾ ബേപ്പൂര് തെരഞ്ഞെടുപ്പ് മത്സരം വന്നപ്പോൾ തീർച്ചയായും ഏറ്റവും മുന്നിൽ നിൽക്കുക താങ്കളാണ് എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 7000 വോട്ടിന് താങ്കൾ പരാജയപ്പെടുകയുണ്ടായത്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു തിരിച്ചടി വന്നത്? അല്ല, അതിനെ തിരിച്ചടിയായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഞാനൊരു പോരാട്ടം എന്ന ഉദ്ദേശത്ത് തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ 1.25 വർഷമായി ഉയർത്തിയ പിണറായിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയം, പിണറായിസം മരുമനിസം എന്ന ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞു വന്നു. ആ ഒരു പോരാട്ടത്തിൻ്റെ ഒരു കൃത്യമായ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും ആ വിഷയം കൃത്യമായി വോട്ടിംഗ് വരെ ചർച്ച ചെയ്യപ്പെടണം സഖാക്കളുടെ ഇടയിലും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ബേപ്പൂർ തിരഞ്ഞെടുക്കുന്നത്. ബേപ്പൂർ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള റിസ്കുകൾ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ അതിലൊരു പരാജയം എനിക്ക് വ്യക്തിപരമായി വന്നാൽ പോലും നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് സജീവമായി ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അത് അവസാനം വരെ ഒരു ദിവസം പോലും എന്തെങ്കിലുമായിട്ട് ബേപ്പൂരിൻ്റെ ഒരു ചർച്ച വരാതെ തെരഞ്ഞെടുപ്പ് കടന്നു പോയിട്ടില്ല. നമ്മൾ ഉയർത്തിയ ആശയം നന്നായി വിജയിച്ചു. ഞാൻ പറഞ്ഞിരുന്ന കാരണം വോട്ടെടുപ്പിന് തൊട്ട് മുമ്പായി നടത്തിയ സർവേയിൽ 86 സീറ്റ് കൺഫേമും 23 സീറ്റ് ചാൻസും കൃത്യമായിട്ടതാണ്. അങ്ങനെ വരുമ്പോൾ 107 സീറ്റിലേക്ക് UDF എത്താൻ സാധ്യത കൃത്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. മാത്രമല്ല, അതിൽ പ്രത്യേകമായി ഞാൻ പറഞ്ഞിരുന്നത് കണ്ണൂരിലെയും തളിപ്പറമ്പിലെയും 2 സഖാക്കളും ജയിക്കും, G സുധാകരൻ സഖാവ് ജയിക്കും, അതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ എനിക്കത് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റുകാർ അടിയിളകി വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞു വന്നത്. ആ വോട്ടായിരിക്കും UDFനെ അധികാരത്തിൽ എത്തിക്കുക ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചു. പക്ഷേ ബേപ്പൂരിൽ ആദ്യമേ ഞാൻ ഭയപ്പെട്ട സംഗതി എന്ന് പറയുമ്പോൾ വരുമ്പോൾ എനിക്കും ആശങ്ക ഉണ്ടായിരുന്നു. അത് BJPയുടെ സാന്നിധ്യമായിരുന്നു. 26,000 വോട്ട്, 26,000 ചില്ലാനും വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ട്. അതൊരു സ്റ്റേബിൾ വോട്ടാണ്. സ്വാഭാവികമായിട്ടും 1,65,000 നിന്ന് 1,87,000 വോട്ടിലേക്ക് 21,000 വോട്ട് വർദ്ധിച്ചു ഇവിടെ. ആ വോട്ടിൽ ഒരു വോട്ട് പോലും BJPക്ക് 30 വോട്ടാണ് അതിന് ശേഷം വർദ്ധിച്ചത്. അപ്പം BJP പിണറായി ഉണ്ടാക്കിയ ധാരണ സക്സസ്ഫുള്ളായൊരു സ്ഥലമാണിത്. അത് സക്സസ് ആയാൽ ഞാൻ പരാജയപ്പെടുമെന്ന് തന്നെ കരുതിയിരുന്നു. അത് പൂർണ്ണമായും സക്സസ് ആയി. ഇപ്പം നോർത്തും സൗത്തും ഒക്കെ കോഴിക്കോട് എടുത്താൽ അവിടെയൊക്കെ 10,000 15,000 വോട്ടാണ് BJPക്ക് വർദ്ധിച്ചിരിക്കുന്നത്. ആ വർധനം അവിടെ ഉണ്ടാകും. മൂന്നാമത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേപ്പൂരിൽ മാത്രമാണ് അമിത്ഷാ വന്നിട്ട് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച്. അവിടെയാണ് ഒരു വോട്ട് വരാതിരുന്നത്. അപ്പം ഞാൻ ഭയപ്പെട്ടിരുന്ന ആ ആശങ്ക കൃത്യമായും ആ ധാരണ അവർക്ക് ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം ചില്ലറ വോട്ടുകൾ എന്തിൻ്റെയൊക്കെയോ പേരിൽ നമ്മളെ ഭാഗത്തുനിന്ന് ചോർന്നിട്ടുണ്ട്. അതിപ്പോൾ UDF ലീഡർഷിപ്പ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ DCC പ്രസിഡന്റ് തന്നെ അത് അന്വേഷണം കൃത്യമായി നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. UDF ലീഡർഷിപ്പ് നമ്മൾ ആ കാര്യങ്ങൾ അവർക്ക് നമ്മൾ പരാതി എന്ന നിലക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതവർ പരിശോധിക്കും. ഇപ്പം താങ്കൾ ഇനിയിപ്പം യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ടാണ് വന്നത്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ തലപ്പത്തുള്ള പിണറായി അടക്കമുള്ള ആളുകളുടെ അഴിമതി, സ്വജനപക്ഷപാതം, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ചുള്ള തെളിവാണ് പയ്യന്നൂരായാലും തളിപ്പറമ്പായാലും മറ്റ് പ്രദേശങ്ങളിലായാലും ഉണ്ടായിരിക്കുന്ന ഈ വമ്പിച്ച വിജയം. അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ
താങ്കളുടെ വാക്കുകൾ വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പാർട്ടിയായിട്ട് വളരെ കാലം അടുത്ത് ബന്ധപ്പെട്ട ഒരാളാണ്. ഈ പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? പാർട്ടിയുടെ ഭാവി ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ തന്നെയും. കാരണം ഇടതുപക്ഷത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഉണ്ടാവണമെന്ന് നിർബന്ധ ബുദ്ധിയാലെ ചിന്തിക്കുന്ന ആളുകളാണ്. ഈ നാടിൻ്റെ നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനം നിലനിൽക്കാനും സോഷ്യലിസ്റ്റ് സംവിധാനം പറ്റെ കൈവിട്ടു പോകാതിരിക്കാനും ഇടതുപക്ഷ സാന്നിധ്യം ആവശ്യമാണ്. ആ ഇടതുപക്ഷ സാന്നിധ്യവും ആ ബലവും നേരെ തിരിഞ്ഞതാണല്ലോ ഇവിടെ ഉണ്ടായ വിഷയം. അത് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ സംസാരിച്ച് തുടങ്ങുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്നിട്ടാണ്, ആ സംവിധാനത്തിന് അകത്താണ്. പക്ഷെ അതൊന്നും കേൾക്കാൻ ഒരാളും തയ്യാറായില്ല എന്ന് മാത്രമല്ല, ശബ്ദമുയർത്തുന്നവരെ മുഴുവൻ ശത്രുവായി കാണുകയും നിഷ്കാസനം ചെയ്യാനുള്ള വഴികൾ സ്വീകരിക്കുകയാണ് പിണറായി ചെയ്തത്. ഇനി അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ, കാരണം 10 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഭാഗം ലീഡർഷിപ്പിന്, അത് സ്റ്റേറ്റ് സെക്രട്ടറി തൊട്ട് ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോ തൊട്ട് ഈ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള ആളുകളിൽ ഒരു വല്ലാത്ത സാമ്പത്തിക മോഹവും അധികാരമോഹവും ലക്ഷറി ഒരു ലൈഫ് സ്റ്റൈലൊക്കെ അവരുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും കയറിക്കഴിഞ്ഞു. ഈ പാർട്ടിയെ തകർക്കാനുണ്ടായ കാരണം അതാണ്. അപ്പം അതിന് അത്തരത്തിലെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ വാ തുറക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ പിണറായിസത്തിൻ്റെ ഒരു ഭാഗം. അത് ഇനി യഥാർത്ഥ ഈ വിഷയങ്ങളിൽ നിലപാടെടുക്കണമെന്ന് നിലപാടെടുത്തവരാരും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. പലർക്കും നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും സംസാരമില്ല. ഒറ്റ കാര്യം, നിങ്ങൾ ഈ പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പ് റിസൾട്ട് അവലോകനം ചെയ്തുകൊണ്ട് പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഇനി പാർട്ടിയിൽ ഭയപ്പാടില്ലാതെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നു പറഞ്ഞാണ്. അദ്ദേഹത്തിന് വായിന്ന് വന്ന വാക്ക. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ സംസാരിക്കാൻ ആകെ ഭയപ്പാടായിരുന്നു. മിണ്ടിയാൽ എന്താ പറയുക, അവൻ്റെ പണി തീരുന്നില്ലായിരുന്നു. അതാണ് ആ പാർട്ടിയെ ഇവിടെ എത്തിച്ച്. താങ്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഏറനാട്ടിൽ നിന്ന് വന്ന ആളാണ്. ഏറനാട്ടിൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ വലിയൊരു ബേസ് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. നിലമ്പൂരൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞാലിയുടെ കാലത്ത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം അത് നിലമ്പൂർ മാത്രം, ആ തോട്ടം തൊഴിലാളികളും കർഷകരും അങ്ങനെയുള്ള പാരമ്പര്യമുണ്ട്. നിങ്ങൾ പക്ഷേ ബേസിക്കലി കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യത്തിൽ ഉറച്ചു നിന്ന ആളാണ്. താങ്കളുടെ ഫാദർ KPCCയുടെ ട്രഷററായിരുന്നു. ആ തരത്തിലുള്ളൊരു വളരെ ദേശീയവാദ പാരമ്പര്യമുണ്ട്. പിന്നീട് നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു എറണാട് മത്സരത്തിലൂടെയാണത് വരുന്നത്. ഞാൻ 2000, അതായത് DIC തിരിച്ച് കോൺഗ്രസിലേക്ക് പോയതിനു ശേഷം 2005-2006 ആയിരിക്കും, ഞാൻ തിരിച്ചു പോയിട്ടില്ല. നമ്മൾ അന്ന് മുതൽ ഒരു ലെഫ്റ്റ് മൈൻഡിൽ നിന്നു. 21 വർഷം കൃത്യമായിട്ട് വരെ കൂടെ നമ്മൾ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാലത്ത് നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൂടെ ദീർഘകാലം നിന്ന ഒരാളെന്ന നിലയിൽ എന്താണ് നിങ്ങൾ കാണുന്നൊരു പ്രത്യേകത? എന്താണ് അവർക്ക് സംഭവിച്ചത്? അല്ല, അവർക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നിലമ്പൂരിലൊക്കെ തന്നെ ചില കാര്യങ്ങൾ എടുക്കും. നമ്മൾ ഈ പാർട്ടി പുനഃസംഘടന ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഇവരുടെ സെലക്ഷൻ പലപ്പോഴും പാളിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷപാതിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലാവുന്നത്. മറ്റേത് അവരുടെ ഒരു കാൽക്കുലേഷൻ, ഒരു ലീഡർ, ഒരു ബ്രാഞ്ച് സെക്രട്ടറി അവർ തീരുമാനിക്കുക, ഒരു ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറിയെ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കഴിവുകൾ, അവരുടെ കപ്പാസിറ്റി, ഇതൊക്കെ റീഡ് ചെയ്തിട്ടാണല്ലോ സ്വാഭാവികം. ആ ഒരു പാരാമീറ്ററിന് അപ്പുറമുള്ള പാരാമീറ്ററുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു ഒന്നാം പിണറായിൻ്റെ പകുതിക്ക് ശേഷമാണ് ഭയങ്കര രീതിയിൽ അങ്ങനെ ഒരു പക്ഷപാതിത്വം കാണുന്നത്. അപ്പം ഞാൻ പലപ്പോഴും, നമുക്ക് തന്നെ സ്വാതന്ത്ര്യക്കുറവുണ്ട്, ഞാൻ പാർട്ടി മെമ്പറല്ല ഒന്നുമല്ല, എന്നായിരുന്നാൽ പോലും ഈ ലീഡർഷിപ്പിലുള്ള നമ്മളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ നമ്മൾ അവരോട് പറയലുണ്ട്. ഇത് ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടകരമായ അവസ്ഥയ്ക്ക് പോകും എന്ന് പലപ്പോഴും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു സംഗതി ഞാൻ ഗൗരവമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, പാർട്ടിയുടെ ഒരു പരിപാടി നടക്കുകയാണ്. ആ പരിപാടിയിൽ മുമ്പ് സഖാക്കളെയും അനുഭാവികളെയും കണ്ട് നമ്മളൊരു പൊതുയോഗമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു സെമിനാറുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് ആദ്യം മുമ്പ് ക്ഷണിക്കായിരുന്നു. അങ്ങനെ ആളുകളുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ കാലത്ത്, പിണറായിയുടെ കാലത്ത് എന്തായി, നമ്മുടെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളും ഈ ആശാ വർക്കർമാർ തുടങ്ങിയിട്ടുള്ള ഈ വിഭാഗം സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് അങ്ങോട്ട് ഓർഡർ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു കൺവെൻഷനാണ്, 500 ആൾ കൂടേണ്ട കൺവെൻഷനാണ്, 450 ആളും ഈ തൊഴിലാളികളവിടെ വരും. ഹാള് ഫുള്ളായി. ഒരു പുതിയ സഖാവ് അതിലേക്ക് കടന്നു വരുന്നില്ല, ഒരു പുതിയ അനുഭാവി കടന്നു വരുന്നില്ല. അത് കഴിഞ്ഞാൽ ലീഡർഷിപ്പ് വരും, അവർ സ്റ്റേജിൽ കയറിയിരിക്കും, പ്രസംഗിക്കും, പോവും. ആരോടാ പറയുന്നത്? ഇവരോട് തന്നെയാണ്. പാർട്ടി പ്രവർത്തനം മന്ദീഭവിച്ചു. ഒരാളെ പോലും പുതുതായിട്ട് പാർട്ടിയിലേക്ക് ചേർക്കാനുള്ള
ഒരു നടപടിയും സഖാക്കൾ താഴെ കടയിൽ നിന്ന് അതിൻ്റെ ആവശ്യമില്ല. കാരണം അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവന് ഒരു സേ അതിലില്ല. ഈ കച്ചവടവൽകൃതമായിട്ടുള്ള അതിൽ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക കോപ്പറേറ്റീവ് സെക്ടർ ഭയങ്കരമായിട്ട് അതിൽ ഈ പറയുന്ന ലോബിക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. അവരെ ബന്ധുക്കൾ, അവരെ കുടുംബങ്ങൾ, അവർക്ക് വേണ്ടപ്പെട്ടവർ, ഇവർക്കൊക്കെ തൊഴിലും കാര്യം, ഇവരാണ് ഇതിനെ പാർട്ടി നിയന്ത്രിക്കുന്നത്. അവർക്ക് ഈ സൊസൈറ്റികളുമായി ബാങ്കുകളുമായി ഇതൊക്കെ പണാധിപത്യമുള്ള സ്ഥാപനങ്ങളാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പണം വരും ഇവരുടെ കൈകളിലേക്ക്. അവരൊക്കെ ഈ പിണറായി സംഘത്തിൻ്റെ ഒപ്പായി. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ എന്താ പറയുക സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് കയ്യും കെട്ടിയിരിക്കാൻ തുടങ്ങി. അതിലേക്കാണ് പിന്നെ 2022-23 ആകുമ്പോഴേക്ക് പിണറായിൻ്റെ കുടുംബാധിപത്യം കൂടി കയറി വരുന്നത്. അതും കൂടെ ആയതോട് കൂടിയിട്ട് കൈവിട്ടു പോയത്. പിന്നെ ഇപ്പോൾ ഈ കാരണഭൂതരുടെ പിന്നാലെ നിൽക്കുക എന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഇതിനൊന്നും ബാലൻസ് ചെയ്തെങ്കിലും കൊണ്ടുപോകേണ്ടത് പാർട്ടി സെക്രട്ടേറിയറ്റും പാർട്ടി സെക്രട്ടറിയാണല്ലോ. ഗോവിന്ദ മാഷെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് ഒരു ഗ്രാഹ്യമില്ലത് എങ്ങനെ മാനേജ് ചെയ്യേണ്ടതില്ല. ഒരു മാനേജിങ് സിസ്റ്റമാണ്. എന്തെങ്കിലും ഒരു വിവരം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ നിർത്തും. ഞാനത് ആലോചിച്ചു. ഇത്ര ഒരു ഉളുപ്പുകെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നി നമ്മളൊക്കെ വിട്ടുപോകുന്നത് എത്രയോ നന്നായി എന്ന്. ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ വിട്ടുപോരലിൽ നമുക്ക് എന്താ പറയുക ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം ഈ ഒരു കാരാക്കൂസ് സംഘം എന്ന് പറയാം, നമ്മളെ പണ്ടത്തെ നാടൻ ഭാഷയിൽ നമ്മളെ നാട്ടിലൊക്കെ പറയുന്നത്, ഒരു കാരാക്കൂസ് സംഘത്തിൻ്റെ കയ്യിൽ ഇത് വന്ന് അമർന്നു. പിന്നെ ഈ പിണറായി ഈ പുകഴ്ത്തലുകൾ, അത് പുകഴ്ത്താൻ അത് ഒരു കക്ഷി നമ്മളെ ജോൺ ബ്രിട്ടേഴ്സാണ്. യാതൊരു തർക്കവും എനിക്കില്ല. ഇതിനെതിരെയൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുന്നതിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ കിഫ്ബി അബ്രഹാം എത്ര പണം ശരിക്കും കൃത്യമായി നോക്കുകയാണെങ്കിൽ കിഫ്ബി വഴിയും സർക്കാർ വഴിയും നേർവഴിയിൽ ഇവർ ചെലവഴിച്ചതും വളഞ്ഞ വഴിയിലും ചെലവഴിച്ചതുമായ പരസ്യത്തിന് ഏറ്റവും ചുരുങ്ങിയ 5,000 കോടി രൂപയുടെയെങ്കിലും ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടാവും. എന്താണതിൻ്റെ ആവശ്യം? അവർക്ക് തന്നെ തോന്നുക മോഹൻലാലിനെ കൊണ്ടുവന്ന് ഇരുത്തി ഇൻ്റർവ്യൂ എടുത്തിട്ട് പിണറായി വിജയൻ അഭിനയിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? പിണറായി വിജയനെ പോലുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആളാണ്, തലശ്ശേരിക്കാരനാണ്, പിന്നോക്ക സമുദായത്തിൽ വന്ന ആളാണ്. താങ്കളെപ്പോലുള്ള ആളുകൾക്ക് ഈ ഏറനാടിൻ്റെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആളുകളെ അസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരാളെ പോലും മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് കൊണ്ടുവന്നിട്ട് മലപ്പുറത്ത് പിന്നെ ശ്വാസം മുട്ടുന്നു പറയുന്ന ഒരവസ്ഥ വന്നു. അതിനെ കൗണ്ടർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാത്തൊരു സാഹചര്യം. യഥാർത്ഥത്തിൽ എവിടെയാണ് അദ്ദേഹത്തിന് പാളിച്ച പറ്റിയത്? അദ്ദേഹത്തിൻ്റെ പാളിച്ച വന്നത് 2024 പാർലമെൻറ്റ് ഇലക്ഷനിലാണ്. അപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ കൃത്യമായിട്ടും സ്വാഭാവികമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റി നിൽക്കുന്ന അതേ നിൽപ്പേ നിന്നിട്ടുള്ളൂ. അതൊരു പ്രത്യേക സംഭവവികാസമല്ല. അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് അതിൻ്റെ മുൻ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കിയാലും നമുക്ക് ആ സ്ട്രക്ചർ കാണാൻ പറ്റും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് തോന്നുകയാണ് ഇനി ഈ കമ്മ്യൂണിറ്റി വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് നമുക്ക് കാര്യമില്ല, നമ്മുടെ രാഷ്ട്രീയം തിരിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. എനിക്കതറിയാം, അങ്ങനെയുള്ള അനൗദ്യോഗിക ചർച്ചയെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. ആ തീരുമാനത്തിൽ അദ്ദേഹം വളരെ എന്താ പറയുക കൗശലപരമായിട്ടുള്ള നീക്കമായിരുന്നു. ഇനി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കുറച്ച് തിരിയുക, പിന്നെ ഈ പറയുന്ന നമ്മളെ കേന്ദ്ര ബന്ധങ്ങളും ഏർപ്പാടുകളും അത് മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്, അവരെയും ഒന്ന് സന്തോഷിപ്പിക്കുക, അവരുടെ ഒരു സപ്പോർട്ടും കൂടെ വാങ്ങുക, എന്നിട്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എന്താ പറയുക ഒരു മുൻഗണന കൊടുക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുക. അത് അദ്ദേഹം അദ്ദേഹം അന്ന് കണക്കൂട്ടിയത് മലബാറിലെ നമ്മളെ ഈ 60 സീറ്റിൽ ഇനിയിപ്പോൾ എങ്ങനെ പോയാലും ഒരു 10-20 സീറ്റ് സഖാക്കൾ എന്ത് പറഞ്ഞും ജയിച്ചു വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ. ബാക്കി ഒരു 50-55 സീറ്റ് അവിടെയുള്ള 80 ചില്ലാനം സീറ്റിൽ പാർട്ടിക്കുള്ള സീറ്റുകൾ മുഴുവൻ നിലനിർത്തുകയും ഇവിടെ 20 സീറ്റ് കിട്ടിയാൽ പോലും ഒരു 75 സീറ്റ് അധികാരത്തിൽ വരാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ. അത് കറക്റ്റായിരുന്നു, അത് സംഭവിക്കുമായിരുന്നു, എൻ്റെ കണക്കൂട്ടൽ ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ സംഭവിച്ചത് ഈ അലൈൻമെൻറ്റും ഈ അലയൻസും എല്ലാം പൊളിയുന്നത് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം ആ വിഷയം ഹൈക്കോടതി ഏറ്റെടുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. ഈ പുറത്തേക്ക് വന്നതോട് കൂടിയിട്ട് എന്തായി, BJPയുടെ അകത്തുള്ള ബാലൻസ് തെറ്റി. കാരണം പിണറായി ഒരു കണ്ടുകൂടാത്തവനായി ആർക്ക് മാറി? ഹൈന്ദവ സമുദായത്തിൽ നമ്മുടെ ഈ ഇലക്ഷനെ കണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടത്തിലും അതിന് മുമ്പ് പറഞ്ഞാണ് BJPയിലെ വലിയൊരു വോട്ട് അവർക്ക് കിട്ടുമെന്ന് അവർ ധരിച്ചിരുന്ന വോട്ട് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. തിരുവനന്തപുരം ജില്ല ഒഴികെ BJP ജയിക്കാൻ സാധ്യതയില്ലോടത്ത് BJP പ്രവർത്തകർ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും BJPക്ക് ഒരു നിലക്കും ജയിക്കാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കുന്ന സ്ഥലത്ത് ആ വോട്ട് UDFന് ചെയ്യും വിശ്വാസികൾ എന്ന് ഞാൻ പറഞ്ഞ പൊളിറ്റിക്സിലേക്ക് അത് എത്തി. അതുകൊണ്ടാണ് ഈ 107 സീറ്റും 102 സീറ്റിലൊക്കെ എത്തിയത്.
അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കാൽക്കുലേഷൻ പിഴക്കുന്നത്. അയാൾ ഈ പൂർണ്ണമായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള കേന്ദ്ര ഭരണകൂടവുമായിട്ടുള്ള ബന്ധത്തിന് അവരുടെ ഒരു സഹായം കൂടി തേടിയിട്ട് മുസ്ലിം സമുദായത്തിനെ കുറച്ച് മോശമാക്കി പറഞ്ഞിട്ട് അതിൻ്റെ അപ്പർ ഹാൻഡ് എടുക്കാൻ ഒരു ശ്രമം ആ ശ്രമം പാളിപ്പോയി. യഥാർത്ഥത്തിൽ ഒരു പുള്ളിയുടെ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണോ പുള്ളി പ്രയോഗത്തിൽ എത്തിയത്? അതല്ലെങ്കിൽ വെറും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ മാത്രമല്ല, ഒരു പുറത്ത് ആഴത്തിലുള്ള ഒരു മുസ്ലിം വിരുദ്ധത CPM-നകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ടോ? അതിൽ എന്താ ഈ പിണറായിയുടെ ഈ ചേഞ്ച് കുറച്ച് കാലമായി തുടങ്ങിയല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരാണല്ലോ. വളരെ ചെറിയ വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആ ഒരു ആംഗിളിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന കക്ഷി നമ്മളെ ബാലനാണ്, AK ബാലനാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒറ്റപ്പെട്ട ആളുകളല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ലീഡർഷിപ്പിന് മൊത്തത്തിൽ ഈ ഈ ഈ ഇസ്ലാമോഫോബിയ ബാധിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷെ പലരും ആ നിലപാട് പരസ്യമായിട്ടൊരു എടുക്കുന്നുണ്ട്. അവരുടെ താല്പര്യം കൊണ്ടായിരിക്കും. AK ബാലൻ മാത്രമല്ല, വിജയരാഘവനെ പോലുള്ള ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകൾ പോലും ഒരു മുസ്ലിം വിരുദ്ധതയുടെ പൊളിറ്റിക്സ് കുറേ കാലമായി പയറ്റുന്നുണ്ട്. അത് വളരെ ആഴത്തിലുള്ള മുറിവുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ രണ്ട് കമ്മ്യൂണിറ്റിയും ഇവിടെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞത് LDF UDF മത്സരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിണറായിയും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ഇത് LDF UDF തെരഞ്ഞെടുപ്പല്ല. ഇതിൽ തകർന്നടിയും. മുസ്ലിം ക്രോഡീകരണം മാത്രമല്ല, ഹൈന്ദവ കമ്മ്യൂണിറ്റിയും ഇതിൽ ക്രോഡീകരിക്കപ്പെടാൻ പോവുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്ന് ഞാൻ പറഞ്ഞൊരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഈ വെള്ളാപ്പള്ളി വിഷയം, ഞാൻ പറഞ്ഞു വന്ന പിണറായിയുടെ RSS ബന്ധം മുസ്ലിം കമ്മ്യൂണിറ്റി അടിവരയിടുന്നത് ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അത് വലിയ വിഷമം ഈ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവിൽ തൃശ്ശൂർ കഴിഞ്ഞാൽ എറണാകുളം ടു തിരുവനന്തപുരം വരെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി എപ്പോഴും ഒരു ഇടതുപക്ഷ ചായ്വിലാണ് നിൽക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പോലും ശക്തി നമുക്ക് ആ ഭാഗത്തേക്ക് അറിയാലോ. അതിനും കൂടിയുള്ള പ്രധാന കാരണം എന്താ? അവിടുത്തെ കമ്മ്യൂണിറ്റി ഇടതുപക്ഷത്തിലൊരു ആശ്വാസം കണ്ടെത്തിയ ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്തിരുന്നു. അതെ, അവിടുത്തെ മുസ്ലിങ്ങളും തിരിഞ്ഞു. അതെ 2004 സത്യത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളെ തിരിഞ്ഞു നോക്കിയാൽ മലപ്പുറത്ത് ഒരു പാർട്ടി സമ്മേളനം നടത്തി. മലപ്പുറം ചോക്കുകയാണെന്ന് പറഞ്ഞു. KPA മജീദിനെ മലപ്പുറത്ത് തോൽപ്പിച്ചു ജനങ്ങൾ. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഒരു വലിയ ഒരു ഭാഗം മലബാറിൽ തന്നെ ഇപ്പോൾ PT അറിവിനെ പോലെ ആളുകൾ ഒരുപാട് പേര് അവരുടെ കൂടെ പോയിരുന്നു. KT ജലീൽ താങ്കളടക്കമുള്ള ആളുകൾ. ഇപ്പോൾ അവരൊക്കെ ഒരു വലിയ പങ്ക്, പലരും തോറ്റുപോയി, പലരും അത് വിടുകയാണ്. അതായത് CPM-ൻ്റെ ആ രാഷ്ട്രീയ പരീക്ഷണം പൂർണ്ണമായും പരാജയപ്പെട്ട് ഒരു മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസത പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ കഴിയും. അല്ല തിരിച്ചു പിടിക്കാൻ കഴിയും? അത് തിരിച്ചു പിടിക്കാൻ അത് അവരുടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള അവരുടെ പ്രവർത്തന രീതി പോലെ ഇരിക്കും. ഇപ്പോൾ വിശ്വാസമില്ല. പിണറായി ഇനി ഇപ്പോൾ തിരിഞ്ഞു പറഞ്ഞാൽ പോലും ഈ കമ്മ്യൂണിറ്റി വിശ്വസിക്കില്ല. കാരണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ഇവിടുത്തെ മതേതരവാദികൾ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷതയിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. ആ വിശ്വാസത്തിൻ്റെ അടിവേര് അദ്ദേഹം തന്നെ വെട്ടി. ഇപ്പം നിങ്ങൾ നോക്കൂ, അദ്ദേഹം ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ. തോൽവിയും ജയം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 100 സീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എവിടെയായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ അദ്ദേഹവുമായിട്ട് പിരിഞ്ഞു വരുന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞ ഈ പരാതി കൊടുക്കാമോ? CMA കത്തിച്ചൊരിക്കുന്ന ഒരു സൂര്യനായിരുന്നു CM. ഇന്ന് ആ സൂര്യൻ കെട്ടുപോയി ജനങ്ങളുടെ ഇടയിൽ. CM അത് അറിയുന്നില്ല. മനുഷ്യരെ CM-ആയിട്ടും അടുപ്പിക്കാത്തത് ആ വ്യക്തിയാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. P. ശശി അപ്പുറത്തെ ക്യാബിനിലായിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ CM-ൻ്റെ കാര്യം പോക്കാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ്. ആ വിവരം ഞാൻ പത്രക്കാരോട് പറഞ്ഞാണ്. അത് തന്നെയല്ലേ സംഭവിച്ചത്. ഇതിൽ UDF അവാർഡ് കൊടുക്കേണ്ടത് P. ശശിക്കാണ്. ഈ അവസ്ഥ ഉണ്ടാക്കിയത് അവസാന ഘട്ടം വരെ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ ഇപ്പൊ ഈ പറയുന്ന നമ്മൾ ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് കുത്തി എന്ന് പറയുന്ന കേസ് ഉൾപ്പെടെ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം എവിടെ നിന്നൊക്കെയായിരുന്നു ശമ്പളം വാങ്ങി? BJP ഓഫീസിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ടുണ്ടാവും, ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ടുണ്ടാവും. ഇവിടെ ഈ കിമ്പളങ്ങൾ മുഴുവൻ തട്ടിയെടുത്ത വ്യക്തിയാണിത്. അദ്ദേഹത്തെയാണ് ഇയാൾ വിശ്വസിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവമാറ്റവും അദ്ദേഹത്തിൻ്റെ മനോഭാവമാറ്റവും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്രട്ടറി എന്ന നിലക്ക് അതിന് വളരെ പ്രാവീണ്യമുള്ള ആളാണല്ലോ P. ശശി. അല്ല, താങ്കൾ പിണറായി വിജയനായിട്ടൊരു 10-20 കൊല്ലം വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ഇപ്പം എന്താ പറയാനുള്ളത്? സത്യത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ പിന്നെ ഇത്രയും വലിയൊരു പദവിയിൽ നിന്ന്
ആ വീഴ്ച വളരെ ഭയാനകമായൊരു വീഴ്ചയാണ്. താങ്കൾക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ട് ഈ സമയത്ത്? അല്ല, എനിക്കതിൽ സത്യത്തിൽ എന്താ വാക്കുപയോഗിക്കുക, പരിതാപം എന്ന് പറയുന്ന എന്തൊരു വാക്കുപയോഗിക്കല്ലോ, നമുക്ക് ഒരു 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 മേഴ്സി ഫീലിംഗ് ഉണ്ടല്ലോ. നിങ്ങള് എന്റെ പിതൃതുല്യനാന്ന് പറഞ്ഞ ആളാണല്ലോ. അല്ല, പിതൃതുല്യനായിട്ട് തന്നെ ഞാൻ എൻ്റെ പിതാവ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, അടിയുറച്ച ഗാന്ധിയനായിരുന്നു. ഒരു വിട്ടുവീഴ്ച ഒരു കാര്യത്തിലുണ്ടായിരുന്നില്ല, ഒരു പക്ഷപാതിത്വം ഉണ്ടായിരുന്നില്ല. മക്കള് പോലും എന്താ പറയുക, ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫേവർ അദ്ദേഹം ചെയ്തിട്ടില്ല. ഞാൻ 89 ക്രഷർ തുടങ്ങിയ വ്യക്തിയാണ്. അന്ന് ഈ 100 മീറ്ററിൻ്റെ ഉള്ളിൽ വീടുണ്ടെങ്കിൽ അതിൻ്റെ NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ആ വീട്ടുകാർ ഒപ്പിട്ട് തന്നിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ബോർഡിന് ഡിസ്ക്രിപ്ഷനാണ്, വേണമെങ്കിൽ ലൈസൻസ് കൊടുക്കുക. ഞാനൊരു ക്രഷർ തുടങ്ങിയെന്ന് എൻ്റെ ഫാദർ ഇടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ശരി. അപ്പം ആ ഡിസ്ക്രിപ്ഷൻ പവർ അദ്ദേഹം ഉപയോഗിച്ചില്ല. നിനക്ക് ലൈസൻസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ലൈസൻസ് കിട്ടിയില്ല. കേൾക്കണം നിങ്ങൾ. അപ്പൊ അദ്ദേഹത്തിന് എന്നിട്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അന്നത്തെ ഡയറക്ടറായിരുന്നത് നമ്മളെ പഴയ ചാക്കീരി മുഹമ്മദ് കുട്ടി ഉണ്ടല്ലോ, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത്, അദ്ദേഹത്തിന്റെ ബ്രദറാണ്. അദ്ദേഹത്തെ കൊണ്ട് അന്ന് വാപ്പനെ ഞാൻ കോൺടാക്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞു ഇത് നിയമമാണല്ലോ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു ഞാനത് ഒപ്പിടില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു 6 മാസം കഴിഞ്ഞാന്ന് PK ബഷീർ പ്രസിഡന്റായി വരും, 2.5 കൊല്ലം കോൺഗ്രസ്. അപ്പൊ ഫാദർ എന്നോട് പറഞ്ഞു ഞാൻ 6 മാസം കഴിഞ്ഞാൽ മാറും, ബഷീർ പ്രസിഡന്റ് ആകുമ്പോൾ നീ കൊടുത്തോ, ഞാൻ ഒപ്പിടില്ല. അതാണ് എൻ്റെ ഫാദർ. അപ്പൊ നമ്മളെ അനുഭവങ്ങൾ ഇതാണ്. അപ്പൊ പലപ്പോഴും അദ്ദേഹത്തെ അങ്ങനെയാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. പിണറായി വിജയൻ മനസ്സിലായില്ലേ? അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള എന്താ പറയാ വ്യക്തിപരമായ ഒരു താല്പര്യമില്ലാത്ത നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമ എന്നാലൊക്കെയാണ് അദ്ദേഹത്തിനെ പിതാവായി കണ്ടത്. അത് ചോർന്നു പോവാണ്. ചോർന്നു പോയിട്ട് പിന്നെ അത് നേരെ തിരിയാണ്. അപ്പം ഭയങ്കരമായിട്ട് എന്താ പറയാ കാപ്പട്യം ഒളിപ്പിച്ച് വെച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി അദ്ദേഹം അവസാനം മാറി. അതിന്റെ ദുരന്തമാണ് ഇപ്പൊ ഈ ഇറങ്ങിപ്പോക്കിന്റെ കോലം കാണുന്നത്. ഇനി എനിക്കത് പറയാനുള്ളത്, ഇപ്പൊ പ്രതിപക്ഷ നേതാവിന് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ഇനിയും ഒരു ക്യാബിനറ്റ് പദവിയാണല്ലോ പ്രതിപക്ഷം. ആ ക്യാബിനറ്റ് പദവിയും കൂടിയും വാങ്ങിയെടുത്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുക എന്നാണ് ഇപ്പൊ ഈ പറയുന്ന അദ്ദേഹത്തെ ആക്കാൻ നടക്കുന്ന ആളുകളുണ്ടല്ലോ, അതിൽ വലിയ അപകടത്തിൽ. അല്ല, അങ്ങൊരു പ്രതിപക്ഷ നേതാവായിട്ട് ഈ 51-ാം വയസ്സിൽ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ VS ഒക്കെ ചെയ്ത മാതിരിയുള്ള ഒരു വലിയ ഒരു ട്രാൻസിഷൻ ഉണ്ടാക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടോ? അല്ല, ട്രാൻസിഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും കൂടി ഇരിക്കും. ഇത് കേൾക്കുന്ന സഖാക്കളോടും നേതാക്കന്മാരോടും എനിക്കതാ പറയാനുള്ളത്. ആ പാർട്ടി ഈ തകർച്ചയുടെ കാരണം തപ്പത് നമ്മൾ ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുകയാണല്ലോ. സംസാരമില്ലല്ലോ. ഒരാൾക്കും അദ്ദേഹത്തിന് മുന്നിലേക്ക് പോകാൻ ധൈര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാർ ആരവരുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഒന്ന് കൺവേ ചെയ്യാൻ പോലും, ഒരു മെസ്സേജ് സത്യസന്ധമായി കൺവേ ചെയ്യാൻ പോലും ഒരാൾക്കും മുന്നിൽ പോകാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് വന്ന അവസ്ഥയാണ്. പ്രതിപക്ഷത്തും അവസ്ഥയാണെങ്കിൽ ഇനി അടുത്ത യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ ഭരണം കൈവിട്ടു പോയി നിന്നു. താങ്കൾ തന്നെ ആ പോലീസുകാരായിട്ടുള്ള തർക്കത്തിൽ, ADGP ആയിട്ടുള്ള വിഷയത്തിലൊക്കെ തന്നെ താങ്കൾ വളരെ കർശനമായിട്ടുള്ള ചില വിഷയങ്ങൾ തെളിവോടുകൂടി ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊക്കെ അദ്ദേഹം എന്ത് നിലപാടാണ് എടുത്തത്? കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും കബളിപ്പിക്കുന്ന നിലപാടാണ് എടുത്തത്. ഒറ്റ കാര്യം, നിങ്ങൾ അതിൽ ഒരു ഇഷ്യൂ ആയിരുന്നല്ലോ തൃശ്ശൂർ പൂരം കലക്കലെ അജിത് കുമാർ. അതിനെ അന്വേഷണം നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ടാണ് പിന്നീട് DGP കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അദ്ദേഹം എന്താ ചെയ്ത്, ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ വേറെ 3 പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് ഇപ്പോഴും റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ ബോധ്യമാണ്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് വളരെ കൃത്യമാണ്. ഇപ്പോൾ പോലീസ് ഓഫീസറുമായിട്ട് ഞാൻ സംസാരിച്ച ഫോൺ കോൾസ് ഒരു ദിവസമല്ല, 10, 5, 8 ദിവസമായിട്ട് 25 മിനിറ്റ് 30 മിനിറ്റ് എന്നെ വിളിച്ച് കാല് പിടിക്കുക. എന്തിനാ പിടിക്കുന്നത്? ആ മരം മുറിച്ച കേസിൽ ഞാൻ കൊടുത്ത പരാതി ഒന്ന് പിൻവലിക്കണം. 25 വർഷം കൂടി സർവീസ് ഉണ്ട് സാറേ, സാറിന്റെ അടിമയായ നിൽക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എനിക്ക് ആ കൂടാന്ന്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും ഇന്നും എന്നെ മോശക്കാരാക്കുന്ന ഒറ്റ കാര്യം എന്താണ്? ആ ഫോൺ കോൾ സംഭാഷണം ഞാൻ പുറത്തു വിടുന്നതാണ്. അത് പുറത്ത് വിട്ടില്ലെങ്കിൽ ഇത് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയില്ല. ആളുകൾ വിശ്വസിക്കുന്നില്ല. 1 ദിവസം 2 ദിവസം 3 ദിവസമല്ല. അപ്പം ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ആ കോൾസ് ഞാൻ റെക്കോർഡ് ചെയ്യുകയും പൊതുസമൂഹത്തെ ഇത് കേൾപ്പിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഇന്നും എന്നോട് ഫോണിൽ സംസാരിക്കാൻ പേടിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതുകൊണ്ട് അനുഭവിക്കുന്ന ചില്ലറ കാര്യമല്ല, അങ്ങേറ്റത്തെ വിഷമം എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോഴുണ്ട്. ഞാൻ വളരെ സത്യസന്ധമായി പറയാണ്. അപ്പം ഈ ഒരു പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു വളഞ്ഞ വഴി ഞാൻ സ്വീകരിക്കേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ഇനി പൊതുസമൂഹത്തിൽ അറിയില്ല, കേരളത്തിൽ ഇങ്ങനെയാണ് അവസ്ഥ ആരും അറിയില്ല, വിശ്വസിക്കൂല, ഒരു തെളിവില്ല.
ആ കേസാണ് ഇപ്പൊ അദ്ദേഹത്തിന് സൗണ്ട് അല്ല എന്ന് പറഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട അപ്പൊ യഥാർത്ഥത്തിൽ തലേദിവസം ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു സംഘപരിവാർ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ആത്മബന്ധം, ഒരു കച്ചവടം, ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണോ? ഡീൽ ഉണ്ടായിരുന്നെന്ന് ഉറപ്പ് മാത്രമല്ല, അതിനോടൊപ്പം വലിയ കച്ചവട സംഘം. ഇപ്പം ഞാൻ പല ഘട്ടത്തിലും പറഞ്ഞാണ് ഊരാളുങ്കൽ സൊസൈറ്റി, ലേബർ കോൺട്രാക്റ്റിംഗ്. കേൾക്കുമ്പോൾ എന്താണ് ലേബേഴ്സ്, നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. വാഗ്ബടാനന്ദന്റെ സ്ഥാപനമായിരുന്നു അത്. വളരെ ഒരു വലിയ മഹത്തായ പാരമ്പര്യമുള്ള സ്ഥാപനം അത്. ആ സ്ഥാപനം എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ 90,000 ചില്ലാനം കോടി രൂപയുടെ വർക്കാണ് കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് ഇവർ ചെയ്തിട്ടുള്ളത്. അതിൽ എന്താ ഇപ്പോൾ കാൽ പങ്കും ടെൻഡർ ഇല്ലാത്തതാണ്. പിന്നെ ഇവർക്ക് ഈ 10% എഡ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ 9,600 കോടി എന്ന് പറഞ്ഞാൽ 96,000 കോടി എന്ന് പറഞ്ഞാൽ 9,600 കോടി ഇങ്ങനെ മാറ്റി വെച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധിയായ കൊള്ള സംഘങ്ങൾ അതിന് പണം, പൊതുസമൂഹത്തിന്റെ പണം അടിച്ചു മാറ്റിയതിന് എനിക്കതിൽ ഒരു റിക്വസ്റ്റ് വരാനിരിക്കുന്ന ഗവൺമെന്റ്, ഇത്തരം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ താല്പര്യം, പൊതുസമൂഹത്തിന്റെ പണമാണിത്. ഇതിന്റെ മുകളിലൊക്കെ എന്താ പറയുക, ഒരു പ്രൈമറി എൻക്വയറി നടത്തി കൃത്യമായ ഒരു സ്ട്രോങ് എൻക്വയറിയിലേക്ക് പോയിട്ട് ഈ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഈ സമൂഹത്തിന്റെ മുതൽ തിരിച്ചു പിടിക്കണം, അതിന് നിലപാട് സ്വീകരിക്കണം. അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർ, ഇപ്പം നമ്മൾ പറഞ്ഞ കിഫ്ബിക്കാരനൊക്കെ ഉണ്ടല്ലോ, ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഒരു ടെൻഡറും ഇല്ല, ഒരു നിലപാടും ഇല്ല, ഒരു കടലാസും ഇല്ല. നമ്മളെ വീട്ടിലെ പൈസ മക്കൾക്ക് എഴുതി കൊടുക്കുന്നത് പോലെ ചെക്ക് ഒപ്പിട്ട് പോയിട്ടുണ്ട് ഇവിടെ, ഒരു കണക്കുമില്ല, ഓഡിറ്റും ഇല്ലാതെ. ഇതൊക്കെ അന്വേഷിച്ചിട്ട് ഈ സംവിധാനം തിരിച്ചെത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പുതിയ ഗവൺമെന്റ് സത്യത്തിൽ ആ തരത്തിലുള്ള ഒരു ശക്തമായ നടപടിയിലേക്ക് പോകാൻ മാത്രമുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റീസ്. കാരണം കഴിഞ്ഞ ദിവസം IAS-ലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന അദ്ദേഹം പറഞ്ഞത് 265 കോടിയുടെ ഒരു പ്രോജക്റ്റിൽ 65 കോടി റുപ്യ ഇങ്ങനെ അടിച്ചു മാറ്റിയപ്പോൾ ഞാനത് ഫയൽ ഒന്ന് വിളിച്ച് പരിശോധിച്ചു. ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് മാറ്റി. ഈ തരത്തിലുള്ള അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നാണ് ഇപ്പൊ പറയുന്നത്. 100%, 1000%. അതൊക്കെ ഈ സത്യത്തിൽ ഈ പണം ഇവർക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളെ കോവിഡ് വന്നല്ലോ. കോവിഡ് വന്ന സമയത്ത് ആരോഗ്യ വകുപ്പായാലും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമായാലും ഒക്കെ എമർജൻസി ആണല്ലോ. അതിൻ്റെ പേരിലാണ് സത്യത്തിൽ ടെൻഡറിൻ്റെയും കൂടി നടപടിയില്ലാതെ പണം വരുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് കമ്പനികൾ ഇവരെയൊക്കെ സമീപിക്കുകയാണ്. ഞങ്ങൾ ഇന്ന സാധനം തരാം, എത്ര റുപ്യക്ക് തരാം, നിങ്ങൾ എത്ര ബില്ലാക്കി തരാൻ. ഇവരെ എങ്ങനെയാണോ പണമുണ്ടാക്കാവുന്ന വളഞ്ഞ വഴികൾ, സത്യം പറയുകയാണെങ്കിൽ ഈ കൊറോണ സമയത്ത് ഈ കോർപ്പറേറ്റ് പല തരത്തിലുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെയും ഏജന്റുമാരും അവിടെ സെയിൽസ് മാനേജർമാരും വന്ന് ഈ പറയുന്ന മന്ത്രിമാരെയും വേണ്ടപ്പെട്ടവരെയും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്കാരെയും കണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തത്, എങ്ങനെ അടിച്ചു മാറ്റാം. അത് ശീലമായി. അപ്പം 100 രൂപ പോലും എന്താ പറയുക കൈകൊണ്ട് എടുക്കാൻ ശേഷിയില്ലാതെ ഇരുന്നവന്റെ പോക്കറ്റിൽ ലക്ഷങ്ങൾ കൊടുന്നവർ എന്താ പറയുക തള്ളുകയാണ്. അതിന്റെ സുഖം പഠിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല നേതാക്കളും ഭരണത്തിലിരിക്കുന്നത്. അത് പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷം അത് ഇതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടല്ലോ. ഡയറക്റ്റ് റൂട്ടിൽ പോകുമ്പോൾ പണം അടിച്ചു മാറ്റാൻ പല പ്രയാസമുണ്ട്. അപ്പൊ അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള എല്ലാ മേഖലകളും കൊറോണ സമയത്ത് ഉണ്ടായി വന്നു. ഇതിനെക്കുറിച്ച് ഇവർ പഠിച്ചു. അപ്പൊ ആ റൂട്ടിലേക്ക് ഇതിനെ കൊണ്ടുപോകാനുള്ള അപ്പൊ യഥാർത്ഥത്തിൽ ആദ്യം വേണ്ടത് തന്നെ കഴിഞ്ഞ 5 വർഷത്തെ യഥാർത്ഥത്തിൽ ഫൈനാൻഷ്യൽ ഒരു ധവളപത്രം പുറപ്പെടുവിക്കണം. തമിഴ്നാട്ടിൽ അവർ ചെയ്യുന്നുണ്ട്. അതെ, വൈറ്റ് പേപ്പർ വേണം. നിങ്ങൾ എന്ത് പറയുന്നത്? അത് വേണം, 100% വേണം. ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ഈ 102 സീറ്റ് എന്ന് പറയുന്നത് ചില്ലറ സംഗതിയല്ല. ഇതിന് ഞാൻ ഈ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വോട്ടുണ്ട്, കുടുംബാധിപത്യത്തിൻ്റെ വോട്ടുണ്ട്, മരുമാനിസത്തിൻ്റെ വോട്ടുണ്ട്, ഈ നാട്ടിൽ നടന്ന സകലമാന തട്ടിപ്പുകളുടെ വോട്ടുണ്ട്, ULCCന്റെ വോട്ടുണ്ട്, ഇവിടുത്തെ ഡോക്ടർമാർ ഉന്നയിച്ച വിഷയങ്ങളുടെ വോട്ടുണ്ട്, ആശാ വർക്കേഴ്സ് 5 തവണ അവരുടെ സമരത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അവരവസാനം സംസ്ഥാനത്ത് ലാസ്റ്റ് ഒരു ജാഥ നടത്തി. ആ ജാഥ മലപ്പുറം ജില്ല കടന്നു പോകുന്നവരെ അവരെ അനുഗമിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ കണ്ണീര് ഉറ്റിയ മണ്ണാണ് പിണറായി, ഇതിന് സമാധാനം പറയേണ്ടി വരും. ഇപ്പൊ ഉളുപ്പില്ലാതെ CPIന്റെ നേതാവ് ഇന്നലെ പറയുന്നുണ്ട് തെറ്റായിപ്പോയി. അവരുടെ അവിടെ ഒരു കറക്ഷൻ്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അധികാരത്തെ നിയന്ത്രിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു അധികാര കേന്ദ്രം. അത് സുന്ദരയ്യയുടെ കാലം മുതൽ നമുക്ക് കാണുന്നതാണ്. കേന്ദ്രത്തിലായാലും ശരി, സംസ്ഥാനത്തായാലും ശരി. ഈവൻ പിണറായി പോലും US സർക്കാരിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്.
അതല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്, അതിനകത്ത് CPI പോലെ പരീക്ഷയുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സാണ്. എന്തുകൊണ്ട് എൻറ്റയർ സിസ്റ്റം പരാജയപ്പെട്ടു പോയത്? എൻ്റെ സിസ്റ്റം പരാജയപ്പെട്ടു പോയതിൻ്റെ ഒരു കാരണം ഇപ്പം CPIയുടെ നിലപാട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാവരും പറയുന്നില്ല, ഇതിൻ്റെ ഭാഗമായ ചിലരൊക്കെ അതിലുണ്ട്. CPIൻ്റെ വന്നത് മേൽത്തട്ടിലല്ല, ഇടത്തട്ടിലാണ്. എനിക്കറിയാത് ഭാഗമായവർ. അപ്പോൾ മോൾത്തട്ടിലുള്ളവർക്കും ഇവരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അടിത്തട്ടിലുള്ളവർക്ക് പറയാനുള്ള ശേഷിയില്ല. ഈ നടുവിലെ തട്ട് എന്ന് പറയുന്നത് ഈ പിണറായിയുടെ ഓഫീസുമായി പറയുന്ന ശശിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടീമാണ്. അതുകൊണ്ടാണ് ഒന്നിലും അവർക്ക് സ്റ്റാൻഡ് എടുക്കാൻ കഴിയാതെ. ഇപ്പം പാർട്ടി സെക്രട്ടറി ഒരു സ്റ്റാൻഡ് എടുത്താൽ തന്നെ ആ സ്റ്റാൻഡിനെ ബാക്കപ്പ് ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന സെക്കൻഡ് ലെവൽ പിണറായിൻ്റെ കയ്യിലാണ്. CPI എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്കൻഡ് ലെവൽ ലീഡേഴ്സ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലീഡേഴ്സ്, അതിൻ്റെ പൂട്ടും താക്കോലും പിണറായിൻ്റെ കയ്യിലാണ്. അപ്പം ശശി അതിൽ വളരെ അതിവിദഗ്ധമായി കളിച്ചിട്ടുണ്ട്. ഞാൻ ശശിയുടെ പിന്നാലെ ഈ സാമ്പത്തിക ആരോപണത്തിൻ്റെ അന്വേഷിച്ച് നടന്ന് ഞാൻ പോകുന്ന സമയത്ത് നോക്കുമ്പോൾ പലരെയും ശശി ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ട്. പോലീസ് സംവിധാനം എങ്ങനെ ട്രാപ്പ് പെടുത്തുന്നത്? സാമ്പത്തിക ട്രാപ്പ്. ഇപ്പോൾ ഒരു മന്ത്രിയുടെ അടുത്ത് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ അടുത്ത് ഒരാളൊരു കാര്യമായിട്ട് ഇദ്ദേഹത്തെ ആയിരിക്കും സമീപിച്ചിരിക്കുക, ശശിയായിരിക്കും ആദ്യം സമീപിക്കുന്നത്. ശശി എന്താ പറയുന്നത്? അത് വേണ്ട, നിങ്ങൾ ഇന്ന ആളെ പോയി കണ്ടോ, അതിൻ്റെ ഫയൽ ഇവിടെ വരും, ഞാൻ കറക്റ്റ് ചെയ്ത് തരാം, നിങ്ങളൊന്ന് കൈകാര്യം ചെയ്താൽ മതി. എന്നിട്ട് ശശിൻ്റെ അടുത്തേക്ക് വരുന്ന ചെറുമീനുകളെ ശശി ഈ പറയും, ഞാനിപ്പോൾ സൂചിപ്പിക്കപ്പെട്ട നെറ്റിനോട് ആളെ വിട്ടിട്ട് അവരെ ഈ പോകുന്ന പാർട്ടി എന്താ അഴിമതിക്കാരാക്കി. അപ്പോൾ ശശിനെ അങ്ങോട്ട് പിടിച്ചാൽ ശശിൻ്റെ കയ്യും കാലമൊക്കെ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ പറയുന്ന ഘടകകക്ഷികളുടെ ചില നേതാക്കൾക്കൊക്കെ ഇതും വലിച്ചത് ഒന്നായിട്ടും ഇങ്ങോട്ട് പോരും. നിങ്ങളൊരു പക്ഷേ ഓർക്കുന്നുണ്ടാവും, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി എൻ്റെ മേലേക്ക് എടുക്കാൻ നിന്നാൽ AKG സെൻറ്റർ പൊളിച്ചു പോകേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു വെച്ചൊരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ എന്ന് പറഞ്ഞ ഇതാണ്, നമ്മളത് ചെയ്താൽ ഈ സംവിധാനം തകർന്ന് തരിപ്പണായി പോകും. അപ്പം ഈ സംവിധാനം തകരാൻ പാടില്ല, ഇടതുപക്ഷം ഇവിടെ ഉണ്ടാവണം. ഇതിൽ നിഷ്കളങ്കരും നല്ലവരുമായിട്ടുള്ള ഒരുപാട് പാർട്ടി ലീഡേഴ്സും സഖാക്കളുണ്ട്. ആ സംവിധാനത്തെ തകർക്കപ്പെടും. ആ പിടുത്തം ഞാൻ പിടിച്ചിരുന്നെങ്കിൽ, അതുകൊണ്ട് മാത്രം ഞാൻ ഒഴിവാക്കി വിട്ടതാ. താങ്കൾ ഒരു 20-25 കൊല്ലം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന ആളെന്ന നിലയിൽ ഇത് വലിയൊരു പ്രതിസന്ധി അവർ നേരിടുന്നു. എല്ലാവരും ഈ തുറന്നു പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ കാര്യം? ഇനി ആരോട് തുറന്നു പറയാനാണ്? ഇനിയിപ്പോൾ MV ഗോവിന്ദനോട് തുറന്നു പറഞ്ഞിട്ട് ആർക്കെങ്കിലും വല്ല പ്രയോജനമുണ്ട്? MA ബേബിയാണ് തുറന്നു പറയാൻ വേറുന്നത്. അങ്ങ് ഒരു ഇത്രയും കൊല്ലം എടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഇങ്ങോട്ടാണ് പോണത്. അൾട്ടിമേറ്റ്ലി ഇടതുപക്ഷം തകർന്നാൽ നമുക്കൊരു ഓപ്പോസിഷൻ വേണ്ടി വരില്ലേ? എന്താണ് ഈ BJP പോലൊരു പാർട്ടിയിലേക്കാണോ കേരളം അവസാനം? ബംഗാളിലെ അവസ്ഥ നോക്കിയാൽ അങ്ങോട്ടാണ് പോകുന്നത് തോന്നിപ്പോകും. താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഇല്ല, വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ ഒരു ബദൽ, ഒന്നുകിൽ ഇവർ കറക്റ്റ് ആവണം, കറക്റ്റ് ചെയ്യണം. അത് കുറേ വൈകിട്ട് കറക്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഇപ്പം പിണറായി ഉൾപ്പെടെയുള്ള ഈ സംഘത്തെ ഈ പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ബാക്കിയുള്ളവർ തയ്യാറാവണം. അതല്ലാതെ ഒരു പിണറായി കൊണ്ട് അവസാനിക്കാം. മുക്കാ പിണറായും അരപ്പിണറായും കാപ്പിണറായും ഇവിടെ ഉദയം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് യങ്സ്റ്റേഴ്സ് അടക്കം പിണറായി മോഡലിലാണ് നിൽക്കുന്നത്. സംസാരവും ഭാഷയും പോലും പിണറായിയെ കോപ്പി അടിക്കുന്നത്. അതാ പറഞ്ഞത്, കാപ്പിണറായും അരപ്പിണറായും മുക്കാ പിണറായും ഇവിടെ ഉദയം ചെയ്തിട്ടുണ്ട് ആ പാർട്ടിക്കകത്ത്. ആ റൗണ്ടിനെ വെട്ടിക്കളയാൻ ബാക്കിയുള്ളവർ റിസ്ക് എടുത്താൽ ഇത് കറക്റ്റ് ആവും. അത് കറക്റ്റ് ചെയ്യാൻ ഇനി അവർ തയ്യാറായില്ലേ? ഞാൻ ഇപ്പം നിങ്ങൾ എഴുതി വെച്ചോ, എന്താണോ ഈ പറയുന്ന പശ്ചിമ ബംഗാളിലും ഇവിടെയൊക്കെ ആ പാർട്ടിയിലെ പ്രവർത്തകർ എങ്ങോട്ടേക്കാണോ നീങ്ങിയത്, 3/4 പങ്ക് BJPയിലേക്ക് നീങ്ങും, അരപ്പങ്ക് കാപ്പങ്ക് പല പാർട്ടികളിലേക്കായി പോകും, അല്ലെങ്കിൽ അവർ സൈലൻ്റ് ആവും. അല്ല, അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം കേരളത്തിൽ അങ്ങനെയൊരു ബംഗാൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ വളരെ ഭയാനകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് താങ്കളുടെ രാഷ്ട്രീയത്തിൽ, താങ്കളുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിങ്ങൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആക്ച്വലായിട്ടുള്ള ഫോക്കസ് എന്താണ്? കേരളത്തിൽ നിങ്ങളുടെ റോൾ എന്തായിരിക്കും? എനിക്കതിൽ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ ബന്ധിതമായിട്ട് ഞാൻ പറയണം. എനിക്കിപ്പോൾ ഈ മിനിസ്ട്രിയും കാര്യങ്ങളും വന്ന് UDF ഒന്ന് സമാധാനമാണല്ലോ, ഇപ്പോൾ ഒരു അന്തരീക്ഷം കലുഷിതമാണല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചർച്ച ചെയ്ത ഈ വിഷയം UDF ലീഡർഷിപ്പുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അവരുടെയും ഒരു കാഴ്ചപ്പാട് ഇതിൽ അത്യാവശ്യമാണ്. അത് പിന്നെ ഇപ്പം നിങ്ങളെപ്പോലെയുള്ള ഇവിടെ സെക്യുലർ നിലപാട് ഈ നാടിന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന, ഒന്നിലും പെടാത്ത നിഷ്പക്ഷരായിട്ടുള്ള നല്ല മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവരുമായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് ഇതിനൊരു കൺസെൻസസ് ഉണ്ടാക്കിയിട്ട്
നമ്മൾ ഏത് പൊസിഷൻ എടുക്കണം എന്നുള്ളത് അപ്പോഴേ എനിക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്ന കാര്യമല്ലത്. ഈ മാനസികാവസ്ഥയുള്ള ആളുകളും അതിന് പിന്തുണ നൽകേണ്ടവരാണ് ഇപ്പോൾ യു ഡി എഫ്. അതെ. ഇപ്പോൾ ഈ ലെഫ്റ്റ് തട്ടിത്തിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഇതിന് ഈ പ്രതിസന്ധി പാർട്ടി കറക്റ്റ് ആവുമെന്ന് ഒരു 6 മാസമൊക്കെ ഈ സഖാക്കളിൽ പലരും കാത്തിരിക്കും. പക്ഷെ ഇത് കറക്റ്റ് ആവില്ല, നന്നാവില്ല എന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ അവർ പാളയങ്ങൾ തേടും. 5 കൊല്ലം കഴിയാനും നമുക്ക് അല്ല, കാത്തിരിക്കില്ല. അതിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നോക്കിക്കഴിഞ്ഞാൽ പലരും നേരത്തെ MLA-മാരായിരുന്ന ആളുകൾ, ഇപ്പോൾ CPIൻ്റെ 2 പേര്, ഇപ്പോൾ CPM-ൻ്റെ തന്നെ രാജേന്ദ്രൻ, ഇവരൊക്കെ ഓൾറെഡി BJP-യിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. വെച്ചാൽ MLA ആയിരുന്ന ആൾ പോലും ഇടതുപക്ഷം വിട്ടിട്ട് നേരെ BJP-യിൽ പോയ ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് ചർച്ച പോലും ഇല്ല. കാരണം ആളുകൾക്ക് ശീലമായി തുടങ്ങി, പൊതുസമൂഹത്തിനും അത് കണ്ട് ശീലമായി തുടങ്ങി. അത് വലിയ അപകടകരമായ അവസ്ഥയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവർ അവസാനമായിട്ട് പ്രതീക്ഷ അർപ്പിച്ചിരുന്ന MLA-മാരുടെ പെർഫോമൻസ്, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അന്ന് നടത്തിയൊരു പത്രസമ്മേളനം ഉണ്ട്. ഞാൻ അതിലൊരു വളരെ തമാശയായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ഒരു കല്യാണാലോചന, മകൾക്കോ മകനോ ആവട്ടെ, അപ്പം മകൾക്കാണെങ്കിൽ അന്വേഷിച്ച് നല്ല പയ്യൻ, നല്ല ജോലി, നല്ല സ്വഭാവം, ജീവിക്കാനുള്ള നല്ല വരുമാനമുണ്ട്, എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷെ ആ വല്യച്ഛനുണ്ടല്ലോ തറവാട്ട്, ആ തറവാട്ട് നമ്മളെ കുട്ടീനെ വിടാൻ പറ്റില്ല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. അതേ അവസ്ഥ നല്ല MLA-മാർ, നല്ല പെരുമാറ്റം, നല്ല ഡെവലപ്മെന്റ്, മനുഷ്യരോട് വളരെ സത്യസന്ധമായി പെരുമാറിയിട്ടുണ്ട്. തോറ്റ് തുന്നം പാടിയില്ലേ? അതിന്റെ കാരണം എന്താണ്? കാരണഭൂതരാണ്. ആ തറവാട്ട് നമ്മളെ കുട്ടീനെ കെട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥ. അപ്പം ഇവരൊക്കെ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ ഒരു ശക്തമായ തിരുത്തൽ, ഒരു പിണറായി മാറി നിന്നതുകൊണ്ടോ പിണറായി ബന്ധപ്പെട്ട 4 ആള് മാറി നിന്നത് കൊണ്ട് അടി തൊട്ട് മുടി വരെ ആരത് കറക്റ്റ് ചെയ്യേണ്ടത്? ഇപ്പം MA ബേബി സഖാവിൻ്റെ മിനിയാന്നത്തെ ഡൽഹിയിലെ പോലെ മീറ്റിംഗ് തുടങ്ങുമ്പോൾ പത്രക്കാരോട് അദ്ദേഹം ഇതൊരു വ്യക്തിയിൽ അർപ്പിതമായിട്ടുള്ള ഒരു വിഷയമാക്കി ചർച്ചയിലേക്ക് പോകരുത് എന്ന് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു വ്യക്തിയിൽ അധിഷ്ഠിതമായി ചർച്ച ചെയ്യേണ്ട, പക്ഷേ ഒരു വ്യക്തിയാണ് ഇതിനെ മുഴുവൻ തകർത്ത് കളഞ്ഞത്. അതെ, വ്യക്തി ഉത്തരവാദിത്വം ഉള്ള ആളാണെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. അതിനകത്ത് പേടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിണറായിസത്തേക്കുള്ള യാത്ര, ഞാൻ ഒരു പുസ്തകം നമ്മളതിൻ്റെ ഒരു പണിപ്പുരയിലാണ്, പിണറായിസത്തിൻ്റെ തുടക്കവും ഒടുക്കവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെയാണ് ഇത് മുഴുവൻ തകർത്ത് കളഞ്ഞത്. ശബരിമല തൊട്ട് സ്ത്രീ പ്രവേശനം തൊട്ട് നമ്മൾ അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് അങ്ങോട്ട് മറിഞ്ഞ് എങ്ങോട്ടേക്കൊക്കെയാണ് കൈമുത്തി മറിഞ്ഞു നോക്കിയത്. അല്ലെ, ഏറ്റവും അവസാനത്തെ ചീപ്പായ തെളിവാ ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു മോഹൻലാലിനെ കൊണ്ടുവന്നൊരു ഇന്റർവ്യൂ നടത്തിയിട്ട് 4 വോട്ട് കിട്ടുമോ എന്ന് നോക്കേണ്ട അടുത്ത് എത്തുമ്പോഴും ഈ ധാർഷ്ട്യത്തിന് അദ്ദേഹം ഇറങ്ങണില്ല. 4 വാക്ക് മനുഷ്യരോട് പറഞ്ഞാൽ മതി. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ചില കാര്യങ്ങൾ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, മനുഷ്യനാണ് ഞാനും, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. തെരഞ്ഞെടുപ്പിന് ശേഷം അത് പറഞ്ഞിട്ടുണ്ടോ? അതൊരിക്കലും പറയില്ല. പറയേണ്ട ഘട്ടമുണ്ടല്ലോ. ഈ 4,500 ബോർഡ് ഞാനല്ലാതെ മറ്റാരാന്ന് ചോദിച്ചിട്ടുള്ള ബോർഡാണല്ലോ. LDF അല്ലാതെ മറ്റാരും, LDF അല്ല ഞാൻ എന്ന് മാത്രം ചേർത്താൽ മതി. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടല്ലോ. നിങ്ങൾക്കറിയോ, ഇതിൽ ഈ ചർച്ച നടന്നപ്പം, ഈ ബോർഡ് വെക്കുന്ന ചർച്ച നടന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് ചില അഭിപ്രായം ഉയർന്നു വന്നു. അതാത് മണ്ഡലങ്ങളിൽ നമ്മൾ ജയിച്ച MLA-മാരുണ്ടല്ലോ, അവരുടെ ഫോട്ടോ കൂടി ഒന്ന് വെക്കാം എന്നൊരു ചർച്ച നടന്നു. അതിനിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡൽഹിയിലെ NEP ഒക്കെ കൂട്ടിക്കെട്ടി കൊടുക്കുന്ന ആളുണ്ടല്ലോ, അദ്ദേഹമാണ് ഈ പാർട്ടിയെ തകർത്തത് കേട്ടോ. ജോൺ ബ്രിട്ടാസ്, എനിക്ക് അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്. എനിക്ക് എന്താ പറയുക, വ്യക്തിപരമായിട്ട് ഒരഭിപ്രായം ഇല്ലാത്ത ആളാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് പിണറായിയെ ഈ ഗതികേടിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് അദ്ദേഹമാണ്. ഒരു തർക്കമില്ല. അദ്ദേഹത്തിന് അതിൽ ഭയങ്കരമായ റോളുണ്ട്. അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്, അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്നുള്ളത് സഖാക്കളാണത് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ആളുകൾ, നമ്മൾ പറഞ്ഞ പോലെ കിഫ്ബിയുടെ ചെയർമാൻ ഉൾപ്പെടെ ഇങ്ങനത്തെ ഒരു 4-5 ആളുകൾ വളഞ്ഞു നിന്നു, ശശിയുടെ മുന്നിൽ നിന്നു. ആ ഗതികേട് നീ പാർട്ടിക്കുണ്ടാക്കി. അത് തിരുത്തണമെങ്കിൽ പിണറായിസവുമായി ബന്ധപ്പെട്ട അതിനെ ചൂട്ടുപിടിച്ചവരെയും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറ്റാനുള്ള ആർജവം മറ്റു സഖാക്കൾ നടത്തിയാൽ താഴേക്കടയിൽ നിന്ന് മാറ്റം വരുള്ളൂ. മോളിന്ന് വരില്ല. മോളിന്ന് വരുമെങ്കിൽ MA ബേബി സഖാവ് ഇന്നലെ സ്റ്റേറ്റ്മെന്റ് നടത്തില്ല. അദ്ദേഹത്തിന് അറിയാലോ, അദ്ദേഹത്തിന്റെ മനസാക്ഷിയല്ലേ. നിങ്ങൾ ആലോചിച്ചു, എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായ ഒരു സംഗതി, ഇത് ഞാൻ പുറത്ത് വന്നിട്ട് AKG സെന്ററിന്റെ പുതിയ കെട്ടിടം പണിതു. ആ കെട്ടിടം പണിതിട്ട് അത് ഉദ്ഘാടനം ചെയ്യണം. ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി സഖാവ് ഈ ജനക്കൂട്ടത്തിന്റെ അടിയിൽ ഒരു ബാഗും തൂക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, അവിടെ കഴിഞ്ഞോ പാർട്ടി? അവിടെ കഴിഞ്ഞോ പാർട്ടി? ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പാർട്ടിയാണ്.
അത് തീർച്ചയായും അവരത് ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഒരു മതേതര രാഷ്ട്രീയം ആവശ്യമാണ്. ജനാധിപത്യ പാരമ്പര്യങ്ങൾ നിലനിർത്തേണ്ടതാണ്. കേരളത്തിലെ മലയാളികൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. താങ്കളെപ്പോലുള്ള ആളുകൾ ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ളതാണ്. ഇനി എന്ത് നിലപാടാണ് താങ്കൾ സ്വീകരിക്കാൻ പോകുന്നത്? കൃത്യമായ മതേതര നിലപാട്, ഒരു വെള്ളവും ചേർക്കാതെ കേരളത്തിൻ്റെ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണല്ലോ നടത്തി. ഞാനത് തോറ്റു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു മനസ്സിലൊരു മില്ലിമീറ്റർ പോലും എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല. ഞാൻ നോക്കുന്നത് നമ്മൾ പറഞ്ഞിടത്തേക്ക് കാര്യം എത്തിയിട്ടുണ്ടെന്നാ, അത് എത്തിയിട്ടാണ് ഞാൻ തോൽക്കുന്നത്. അതെ. അപ്പോൾ അത് ഞാൻ ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ശില്പികൾ ഒരാൾ താങ്കളാണെന്ന് ഒരു സംശയവും. അതിപ്പോൾ എല്ലാ ജനങ്ങളും പറയുന്നതാണ്. പലരും അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ജനം അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ പറഞ്ഞിടത്തേക്ക് ഈ രാഷ്ട്രീയത്തെ കൊണ്ടെത്തി പിണറായിയെയും സംഘത്തെയും തിരുത്താനുള്ള പൊളിറ്റിക്സിലേക്കും കേരളത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനിയും അത് തിരുത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് നമുക്കിനി അതിൽ റോളില്ല. റോൾ ആ പാർട്ടിയുടെ സഖാക്കൾക്കാണ് ഉള്ളത്. സഖാക്കൾ ആ ശക്തമായ നിലപാടെടുത്താൽ ആ പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യത ഉപയോഗപ്പെടുത്തണോ വേണ്ടേ എന്നുള്ളത് ഇവിടുത്തെ സഖാക്കളാണ് തീരുമാനിക്കേണ്ടത്. അതാണ് എനിക്കിൽ പറയാനുള്ളത്. അതിന് മുന്നിൽ നിന്ന് നയിക്കാൻ താങ്കളുടേതായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് കൊടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? എന്താണ്? അല്ല, അതാണ് പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുന്ന വിശാലമായ ക്യാൻവാസ് UDF ലീഡർഷിപ്പ് കൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെയും കൂടി ഒരു ഒപ്പീനിയൻ ഇരിക്കും. ഇനി ഒരു ഒറ്റയാൾ പോരാട്ടത്തിന് ശേഷി എനിക്കിനി ഇല്ല. 58 വയസ്സായി. ഇപ്പം തന്നെ 28 കേസുണ്ട്. ഈ പറയുന്ന ED കേസുണ്ട്. എൻ്റെ എല്ലാ സ്വത്തും ഈ പറയുന്നത് കണ്ടുകെട്ടി കേസിലായി കിടക്കുകയാണ്. ഒന്നുമില്ല, ഉമിനീര് കുടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞില്ലേ, ആ യഥാർത്ഥത്തിൽ ഉമിനീര് കുടിച്ച് ജീവിക്കുമ്പോഴും നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തി. അതിൽ അങ്ങേയറ്റത്തെ സംതൃപ്തിയുണ്ട്. ഇനി എന്നെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതും നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടതും ഈ ഘട്ടത്തിൽ അത് UDF ലീഡർഷിപ്പാണ്. അത് നമുക്ക് നോക്കാം. അത്രതിനെ കുറിച്ച് ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഏതായാലും കേരളത്തിൻ്റെ ഈ പോരാട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും അതുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി. തീർച്ചയായിട്ടും എന്നും ജനങ്ങളോടൊപ്പം നമ്മളുണ്ടാവും. യാതൊരു തർക്കമില്ല. അതാണ് നമ്മുടെ ലഹരി.